മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 8ന്റെ 8ാം ക്ലാസ്സിൻ്റെ പുതിയ പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്റർ വർഗങ്ങൾ, സ്ക്വയേഴ്സ്, ആ പാഠഭാഗത്തിലെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പം നമ്മൾ മുന്നേ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ആദ്യം ഒന്ന് ഓർത്തു വെക്കണം. അത് ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ അറിയേണ്ടത് 1ന്റെ സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, ഇങ്ങനെയുള്ളത് 10 വരെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ പഠിച്ചു വെക്കണം. 1 മുതൽ 10 വരെ ഉള്ളതിൻ്റെ സ്ക്വയർ. ഓക്കെ, അത് റെഡിയാണല്ലോ. അപ്പോൾ എന്താണ് ഈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു നമ്പറിനെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2നെ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ 4. അതാണ് 2 സ്ക്വയർ 4. 1 സ്ക്വയറിനെ 1നെ 2 തവണ, ഇത്ര തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ ആൻസർ 1. അതാണ് അവിടെ. അപ്പോൾ ഓരോ നമ്പറിൻ്റെയും സ്ക്വയർ, വർഗം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിന് തന്നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഇങ്ങനെ ഓരോ നമ്പറിനും അവിടെ അങ്ങനെ അതിൻ്റെ വില ലഭിച്ചിട്ടുള്ളത്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഇതും സ്ക്വയർ, നമ്മുടെ വർഗങ്ങൾ എന്താണ് ഇവയുടെ ബന്ധം നോക്കൂ. ഇവിടെ നോക്കൂ, ഇവിടെ കുറച്ച് പോയിന്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ പോയിന്റ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യത്തേല് 1 പോയിന്റ് ആണുള്ളത്, രണ്ടാമത്തേല് 2 ഇങ്ങനെയും 2 ഇങ്ങനെയും, 2 into 2, അതുകൊണ്ട് അത് 4 കിട്ടും നമുക്ക്. ഇത് കണ്ടോ, 3 into 3 ആണ്. 3 ഇങ്ങനെയും 3 നേരെ കോളത്തിൽ വരുന്ന രീതി, 9 കിട്ടും. ഇത് 4 റോവില്, 4 കോളത്തിൽ, അല്ലെ, വരി 4 വരി ഉണ്ട്. അപ്പൊ 4 into 4 = 16. അതായത് 2 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം 2 സ്ക്വയർ ആണിത്. 2 സ്ക്വയർ ആണ് ഇവിടെ 4. ഇത് 3 സ്ക്വയർ ആണ് ഇവിടെ 9. 4 സ്ക്വയർ ആണ് ഇത് 16. ഇതിന് നമുക്ക് 1നെ നമുക്ക് 1 സ്ക്വയർ എന്നും എഴുതാം, നമുക്ക് 1 ആയിട്ട് എഴുതാം. നോക്കൂ, ഇങ്ങനെ വരുന്ന നമ്പറുകളെ 2 സ്ക്വയർ, 3 സ്ക്വയർ, 9 എന്ന് പറയുന്നതിനെയൊക്കെ നമുക്ക് സ്ക്വയറിന്റെ രൂപത്തില്, സമചതുരത്തിന്റെ രൂപത്തില് ഈ എണ്ണങ്ങളെ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയുന്നു, പിക്ചറൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഇതാ 1 എന്ന് പറയുമ്പോൾ മാത്രമാണ്, നിങ്ങൾക്ക് നോക്കൂ, ഇതിനെ ഒരു സ്ക്വയർ ആയിട്ട് എടുക്കുക. ഇതിനെ നമുക്ക് ഇതേപോലെയുള്ള ഒരു സ്ക്വയർ ആയിട്ട് എടുക്കുക. നീളവും വീതിയും തുല്യമാണ്. അതുപോലെ ഇതും നമുക്കൊരു സ്ക്വയറിന്റെ രൂപത്തിൽ വരും, ഇതും നമുക്കൊരു സ്ക്വയറിന്റെ രൂപത്തിൽ. അതിലുള്ള എണ്ണങ്ങൾ അത്ര കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. അപ്പൊ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് ഗുണിക്കുന്നു, അതിനെ ചിത്ര രൂപത്തിൽ ഇതുപോലെ നമുക്ക് എഴുതാൻ കഴിയും. എല്ലാ സ്ക്വയർ നമ്പേഴ്സിനെയും നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് നോട്ട് ചെയ്യാൻ കഴിയും, സൂചിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലതാണ്. അതാണ് അതിലത്തെ രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, സ്ക്വയർ 1 മുതൽ 10 വരെ പഠിച്ചു. പിന്നെ സ്ക്വയറിനെ ഈ രൂപത്തിൽ ചിത്രീകരിക്കാം എന്നുകൂടെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അറിയുന്നത് 1 മുതൽ 10 വരെയുള്ള സ്ക്വയർ നമ്മൾക്ക് അറിയാമെന്ന് പറഞ്ഞു. എന്നാൽ 11ന്റെ സ്ക്വയർ വരുമ്പോൾ അത് എങ്ങനെ വരുമെന്നുള്ളതാണ്. അപ്പൊ 11ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം 11 into 11 ആണ്, അല്ലെ, 11 into 11 ആണ്. ഈ 11നാ നമുക്ക് 11 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 + 1 എന്ന് എഴുതാം. ഈ 11നെയും 10 + 1 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാല് നമ്മൾക്ക് അതിനെ ഈ ബോക്സിന്റെ രൂപത്തിൽ മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോ പുതിയ കുട്ടികളായതുകൊണ്ട്, ഈ ഫസ്റ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവില്ല. 5ാം ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂചനയുണ്ട്, ഈ പുതിയ 5ാം ക്ലാസ്സിൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അത് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 11 സ്ക്വയറിനെ 11 into 11 എഴുതാം. അതിനെ 10ന്റെ ടേമിൽ സ്പ്ലിറ്റ് ചെയ്യാം. 11 ആവുമ്പോൾ 12 ആണെങ്കിൽ 10 + 2 എന്ന് എഴുതും. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ വരുമ്പോൾ ഈ 10 1 എന്നുള്ളത് ഇവിടെ എഴുതും, ഈ 10 1 എന്നുള്ളത് ഇങ്ങനെ എഴുതും. ശ്രദ്ധിക്കണം, ഇടത്തു നിന്നാണ് വലത്തോട്ട് എഴുതുന്നത് 10 1, മുകളിൽ നിന്നാണ് താഴോട്ട് എഴുതുന്നത്. ഇനി ചെയ്യുന്നത് 10നെ 10 കൊണ്ട് ഗുണിക്കുന്നു. 10 into 10 നമുക്ക് എത്ര കിട്ടും? 100 എന്ന് കിട്ടും. അതേപോലെ 10നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പൊ നമുക്ക് 10 കിട്ടും. ഓക്കെ, 1നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു,
ഈക്വൽ ടു 10 എന്ന് കിട്ടും. 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ചെയ്യുന്നത് ഈ 100ഉം 10ഉം ഇവിടെയുണ്ട്, 10ഉം 1ഉം ഇവിടെയുണ്ട്. ഈ കോളത്തിലുള്ള നമ്പറുകൾ കൂട്ടി എഴുതുക. 100ഉം 10ഉം കൂട്ടിയാൽ നമുക്ക് 110 എന്ന് കിട്ടും. ഈ 10ഉം 1ഉം കൂട്ടിയാൽ നമുക്ക് 11 കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ, ഒരുപാട് നമ്പർ കാണുന്നുണ്ട്, ഈ മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 100 വരും, ഇവിടെ 10 വരും. നോക്കൂ, ഇവിടെയും 10 വരും, ഇവിടെ നമുക്ക് 1 എന്ന് കിട്ടും. ഇതും കൂട്ടിയിട്ട് ഇവിടെ എഴുതാം, ഇതും കൂട്ടിയിട്ട് ഇവിടെ എഴുതാം. നോക്ക്, 110ഉം 11ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 121 കിട്ടും. അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 11ന്റെ സ്ക്വയർ ആയിട്ട് വരുന്ന 121. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് പുതിയ രീതിയിൽ 5ാം ക്ലാസ്സിൽ ഈ കഴിഞ്ഞ വർഷം തുടങ്ങിയ മെത്തേഡാണ്. അത് നിങ്ങൾക്ക് പരിചയമില്ല, പക്ഷെ നിങ്ങൾ ഇനി ടെക്സ്റ്റിന് 5 കൊല്ലം കഴിഞ്ഞിട്ട് മാറുന്നത് കൊണ്ട് ഇത് പുസ്തകത്തിൽ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. നമ്മളുടെ പാഠഭാഗത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇത് നമുക്ക് അധികം ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് സ്കൂളിൽ സൂചിപ്പിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇതും മൾട്ടിപ്ലൈ ആയിട്ടാണ് ഇവിടെ എഴുതുക. ഇവിടെ കൂട്ടുന്നത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിനകത്തുള്ളത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, മേലെയുള്ളത് ആഡ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് 121 കിട്ടി. 11ന്റെ സ്ക്വയറിനെ 11 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ വരുന്ന പ്രത്യേകത നോക്കിക്കോളൂ. 10നെ 10 കൊണ്ട് ഗുണിച്ച് 100 കിട്ടി. അതായത് 10നെ 10 കൊണ്ട് ഗുണിക്കുക എന്ന അർത്ഥം 10നെ 10 കൊണ്ട് ഗുണിച്ചിട്ടാണ് ഈ 100 കിട്ടിയത്. പിന്നെ നമുക്ക് കിട്ടിയത് ഏതാണ്? ഇവിടെ നോക്ക്, 10 × 1 ഇവിടുത്തെ 10, 1 × 10 ഇവിടത്തെ 10, 1 × 1 ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് ലാസ്റ്റിൽ വരുന്നത് 1 × 1. നോക്ക്, ഇനി ഇടയ്ക്ക് ഞാൻ എഴുതേണ്ടത് ആരെയാണെന്നറിയോ? ഈ 10നെയും ഈ 10നെയും, ഈ 10ഉം ഈ 10ഉം നമുക്ക് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 2 10 അല്ലെങ്കിൽ 20 എന്ന് കിട്ടും. ഇത് 10ഉം 10ഉം കൂട്ടിയാൽ 20 കിട്ടും. അപ്പൊ എന്തായി? ഇവിടുത്തെ എല്ലാം ഇവിടെയായി. 10 10 100 ആയി. ഈ 10ഉം ഈ 10ഉം കൂട്ടിയിട്ട് ഇവിടെ 20 എന്ന് എഴുതി. പിന്നെ ഒരു 1ന്റെ ഇവിടെ എഴുതി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതിനെ നമ്മൾ എഴുതും 10 × 10 എന്ന് പറയുന്നതിന് നമ്മൾ 10 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. പ്ലസ് 20ന് 2 × 10 എന്ന് എഴുതാം. പ്ലസ് 1 × 1ന് 1 സ്ക്വയർ എന്ന് എഴുതാം. ഈ 2 × 10ന് നമുക്ക് 2 × 10 × 1 എന്നും കൂടെ എഴുതാം. 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും വ്യത്യാസമില്ല. എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത് എന്ന് ചോദിച്ചാല്, നമ്മൾക്ക് ഇനി 12ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. 12 സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതും? 10 + 2നെ 10 + 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? അപ്പൊ ഇവിടെ ബോക്സ് വരച്ചു കഴിഞ്ഞാൽ, ബോക്സിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രശ്നം ചില കുട്ടികൾക്ക് ഉണ്ടാവുക. നോക്ക്, ഇവിടെ 10 എഴുതി, ഇവിടെ 2 എഴുതി. കാരണം 11 ആവുമ്പോൾ 10 1, 12 ആയതുകൊണ്ട് അതിനെ എങ്ങനെ എഴുതാം? 10 2 എന്ന് എഴുതി, 10 2 എന്ന് എഴുതി. നോക്ക്, 10നെ 10 കൊണ്ട് ഗുണിച്ചാല് 10 സ്ക്വയർ ഇവിടെ വന്നു. 10നെ 2 കൊണ്ട് ഗുണിച്ചാല് 20 വന്നു. 2നെ 10 കൊണ്ട് ഗുണിച്ചാല് 20 വന്നു. 2നെ 2 കൊണ്ട് ഗുണിച്ചാല് 2 സ്ക്വയർ വന്നു. അപ്പൊ എന്തെല്ലാം കൂട്ടണം ഇവിടെ? നമുക്ക് നോക്കൂ, 10 സ്ക്വയർ കൂട്ടണം, പിന്നെ 2 സ്ക്വയർ കൂട്ടണം, പിന്നെ 2 20 കൂട്ടണം. 2 20 കൂട്ടണം. അതായത് 20ഉം ശ്രദ്ധിക്കുക, 20ഉം 20ഉം കൂട്ടണം അല്ലെ? 20 20ഉം കൂട്ടിയാൽ നമുക്ക് എത്രയാണെന്നറിയാം? 2 20 ആണെന്നറിയാം. അതിനെ നമുക്ക് 2 × 20 എന്ന് എഴുതാം. ഈ 20 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാ കിട്ടിയത്? 10നെ 2 കൊണ്ട് ഗുണിച്ചിട്ടാണ്. അതായത് ഈ 10നെ 2 കൊണ്ട് ഗുണിച്ചിട്ടാണ് ഈ ഒരു 20 കിട്ടിയത്. അപ്പോ നമ്മൾക്ക് ഈ 20നെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഈ 20 2 × 20 എന്ന് 2 × 20 ആണ്. 20 × 20 അല്ല, 2 × 20 ആണ്. ഈ 20നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് 2 × 10 × 2 എന്ന് എഴുതാം. അപ്പൊ നമ്മളുടെ ആകെ വരുന്നത് 10 സ്ക്വയർ പ്ലസ് 2 × 10 × 2 പ്ലസ് 2 സ്ക്വയർ എന്നാണ്. ചില കുട്ടികൾക്ക് ഇപ്പൊ ഇങ്ങനെ എഴുതിയത് ആകെ എന്തെല്ലോ ആയിട്ടുണ്ട് എങ്കിലും
അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാൻ പോവാണ്. ഈ ബോക്സിന്റെ ഒന്നും ആവശ്യമില്ലാതെ, ബോക്സിൽ മുൻപിലെ പഠിപ്പിക്കേണ്ട രീതി ആയതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊന്നും ഇല്ലാതെ പല കുട്ടികൾക്ക് ഇത് എന്തൊക്കെയോ ആയിട്ട് ചിലപ്പോൾ തോന്നിക്കളയാം. പക്ഷെ ഇതിന്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ഗുണിച്ചിട്ടാണ് ഇത് കിട്ടുക, ഇത് രണ്ടും ഗുണിച്ചിട്ടാണ് ഇത് കിട്ടുക. ഇവിടെ എന്താണോ കിട്ടുന്നത് അത് തന്നെ ഇവിടെയും കിട്ടും. അപ്പൊ ഇത് തന്നെ ഇത് 2 തവണ വരും. അപ്പൊ ഇവിടെ 10 വരേണ്ട കാരണം 10 ഒന്നും ഗുണിച്ചിട്ടാണ്, 10 ഒന്നും ഗുണിച്ചിട്ടാണ്. ഇവിടെ 20 വരേണ്ട കാരണം 10 2 ഗുണിച്ചിട്ടാണ്. പിന്നെ ഈ 2 എല്ലാത്തിലും വരും, ഇവിടെയും വരും, ഇവിടെയും വരും. അപ്പൊ നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് പറയാം. നോക്കൂ കുട്ടികളെ, 11 സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ പറയുന്ന കാര്യം, ഇത് പ്രയാസം ഉണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. 11 സ്ക്വയറിനെ നിങ്ങൾക്ക് 11 × 11 എന്ന് എഴുതാലോ. ഈക്വൽ ടു നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണം, 10 + 1 ബ്രാക്കറ്റ് 10 + 1. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് 10 + 1 പകരം 9 + 2 എന്ന് എടുക്കാത്തതെന്ന്. അത് 9 + 2 എടുത്താൽ നമുക്ക് 2 × 9 × 2 ഇതൊക്കെ വരും. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സമയമെടുക്കും. അത് ഒഴിവാക്കാനാണ് 10, 20 പോലെയുള്ള നമ്പറുകളെ കൂട്ടിയിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 10ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ നിങ്ങൾ ഈ 1ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ നിങ്ങൾ എഴുതുന്നത് പ്ലസ് നടുക്ക് എഴുതുന്നത് 2 × ആദ്യത്തത് × രണ്ടാമത്തത്. അപ്പോൾ നമ്മളുടെ ആവശ്യമുള്ളത് ആയിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈസി അല്ലേ? ആദ്യത്തതിന്റെ സ്ക്വയർ, രണ്ടാമത്തതിന്റെ സ്ക്വയർ, ഇടയിൽ വരുന്നത് ഏത്? 2. ഈ 2 എല്ലാത്തിനും വരും. ഏതിനും നമുക്ക് 2 എന്ന് വരണം, എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും. അപ്പൊ 2 വരും. പിന്നെ ഫസ്റ്റ് നമ്പർ 10 ഇതിലത്തെ, പിന്നെ സെക്കൻഡ് നമ്പർ. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് എഴുതാൻ പറ്റിയാൽ ഈസിയായി. ഇതെല്ലാം മനക്കണക്കായിട്ട് ആൻസർ പറയാൻ പറ്റുന്നതാണ്. 10ന്റെ സ്ക്വയർ നമുക്ക് 100 എന്ന് കിട്ടും. 2 × 10 × 1 20 കിട്ടുമല്ലോ. 20 പ്ലസ് 1ന്റെ സ്ക്വയർ 1 കൂട്ടി പറയാൻ പറ്റുമല്ലോ. ഈക്വൽ ടു നമുക്ക് കിട്ടി 121. ഈസി ആയിട്ട് കിട്ടി. ഈ രീതി നമ്മൾ പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോ അങ്ങനെയാണ് എങ്കിൽ നമ്മൾക്ക് നോക്കാം. ഞാൻ പുതിയൊരു നമ്പർ ഞാൻ പറയാം. 13ന്റെ സ്ക്വയർ പറയണമെന്ന് വിചാരിക്കാം. നോക്കോ, 13ന്റെ സ്ക്വയർ ആണ് എഴുതേണ്ടത് എങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുന്നു? 10 + 3 അല്ലെങ്കിൽ 10 + 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും മതി. 10 + 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും മതി, 2 തവണ എഴുതുന്നതിന് പകരം. ഓക്കെ, ആദ്യം എഴുതുന്നത് ഏതിൻ്റെത്? 10ന്റെ സ്ക്വയർ. പിന്നെ എഴുതുന്നത് ഏതിൻ്റെത്? 3ന്റെ സ്ക്വയർ. ഇവിടെ എഴുതുന്നത് ഏത്? 2 × അത് ഓർമ്മിക്കണം, 2 × പിന്നെ 10 × 3 പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾക്ക് ആൻസർ ആയി. അപ്പൊ 1 ഇത് ഇതെല്ലാം കൂടെ ചെയ്ത 1. അപ്പൊ 10ന്റെ സ്ക്വയർ എത്ര? 100 പ്ലസ് 2 10 3 2 3 നമുക്ക് എത്ര? 6. 2 × 3 6. 6നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 10നെ എടുക്കുന്നത്, 10ന്റെ ഭാഷയിൽ എടുക്കുന്നത്. പ്ലസ് 3ന്റെ സ്ക്വയർ 9. 100ഉം 60ഉം 9ഉം കൂട്ടി നമുക്ക് എത്ര കിട്ടും? 169. അതായത് 13 സ്ക്വയർ എന്ന് പറയുന്നത് 169 എന്ന് പറയുന്ന ഐഡിയയിലേക്ക് കിട്ടും. അപ്പൊ ഈസി ആണല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി ചെയ്യാൻ നമ്മൾ പോകുന്നത് എന്താണെന്നറിയോ? ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി 10ന്റെ ഭാഷയ്ക്ക് പകരം 20ന്റെ ഭാഷയിലേക്ക് വന്നാൽ എങ്ങനെ ചെയ്യുന്നതാണ്. ഉദാഹരണം 21 സ്ക്വയർ. ഈസിയാണ്. 20നെ പ്ലസ് ഇട്ട് എഴുതണം. 10 പ്ലസ് അല്ല, 20 പ്ലസ് ഇട്ടിട്ട്. അപ്പൊ എത്ര വരും? 20 + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 20 + 1 × 20 + 1 എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഇതിന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ വരുന്ന കാര്യം കണ്ടോ? 20ന് ഇവിടെ 20ന്റെ സ്ക്വയർ, പിന്നെ ഇവിടെ പ്ലസ് 1ന്റെ സ്ക്വയർ. ഓക്കെ, ഇവിടെ പ്ലസ് ഇട്ടാൽ എന്തെഴുതിയാൽ മതി? ഈ 20ഉം ഈ 1ഉം ഈ 2ഉം കൂടെ ഗുണിച്ചാൽ മതി. 20ഉം 1ഉം 2ഉം, അല്ലെങ്കിൽ 2ഉം 20ഉം 1ഉം, ഏതാണ് നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതാൻ ഞാൻ ഈ 2 × 20 × 1 ഇതാ 20 × 1 എന്ന് എഴുതിയാൽ മതി. അപ്പൊ ആൻസർ എത്ര കിട്ടും? 20ന്റെ സ്ക്വയർ 400. എങ്ങനെ കിട്ടി? 2ന്റെ സ്ക്വയർ 4 ആണ്. ഒരു 0ന്റെ സ്ക്വയർ വരുമ്പോൾ 2 0 വരും, ഓർമ്മിക്കണേ. പ്ലസ് 2 × 20 × 1 40 പ്ലസ് 1ന്റെ സ്ക്വയർ. നമുക്കതാ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയായി 1. അപ്പൊ എല്ലാം കൂടെ കൂട്ടിയാൽ 441. ഏതിന്റെ സ്ക്വയർ?
21ന്റെ സ്ക്വയർ. അപ്പൊ 30ന്റെ ആയ പ്രശ്നമില്ല, 30 പ്ലസ് എന്ന് ഇട്ടിട്ട് എഴുതിയിട്ട് 30ന്റെ എഴുതിയാലും മതി. അപ്പൊ ഈസി ആണല്ലോ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. പേജ് നമ്പർ 11 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തത് 64 സ്ക്വയർ. ഈ 64 സ്ക്വയറിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇതിനെ എങ്ങനെ എഴുതുന്നു? 60 + 4 ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ എഴുതുന്നു. ഓക്കെ, 35 സ്ക്വയർ ആണെങ്കിൽ അതിനെ എങ്ങനെ എഴുതുന്നു? 30 + 5 ഹോൾ സ്ക്വയർ. ഇനി 53 ആണെങ്കിൽ 50 + 3 ഹോൾ സ്ക്വയർ. 47 ആണെങ്കിൽ 40 + 7 ഹോൾ സ്ക്വയർ. 88 ആണെങ്കിൽ 80 + 8 ഹോൾ സ്ക്വയർ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാൻ എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? അടുത്ത രീതി ഓർമ്മിക്കണം. ഒരു വര ഇങ്ങനെ ഇടുക, ഒരു വര ഇങ്ങനെ ഇടുക. 60ന്റെ സ്ക്വയർ ആദ്യം എഴുതുക, 60ന്റെ സ്ക്വയർ. പിന്നെ ഇതിന്റെ സ്ക്വയർ എഴുതുക, 4ന്റെ സ്ക്വയർ. കുറച്ച് വിട്ടിട്ട് എഴുതിക്കോ, കാരണം ഇതിന്റെ ഉള്ളിൽ എഴുതാനുള്ളതല്ലേ. അടുത്തത് ഏതെല്ലാമാണ്? 2 × 60 × 4 എന്നാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. നമുക്ക് 60 × 4 × 2 എന്ന് എഴുതാം. കറക്റ്റ്. ഇങ്ങനെ എഴുതിയാലും ഒരു തെറ്റുമില്ല. അതായിരിക്കും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വളരെ എളുപ്പം ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ ഓർഡറിൽ ഓർമ്മിച്ചാൽ മതി, മിഡിൽ ടേം. അപ്പൊ 60ന്റെ സ്ക്വയർ ആണ് എഴുതേണ്ടത്. 6ന്റെ സ്ക്വയർ പഠിച്ചിട്ടുണ്ട്, 36. അപ്പൊ 36, ഒരു 0 ഉണ്ടെങ്കിൽ സ്ക്വയറിൽ 2 0, അതെല്ലാം ഓർത്ത് വെക്കണേ. ഓക്കെ, ഇനി 60 4 2 4 2 നിങ്ങൾക്കറിയാം 8 ആണ്. 8ന് 60 കൊണ്ട് 8 × 60 ആണ്. അപ്പൊ 48 കിട്ടും. അപ്പൊ 0 ഉണ്ടായതുകൊണ്ട് 480 പ്ലസ് 4ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ 16. ഇതെല്ലാം കൂടെ കൂട്ടുക. ഇതെല്ലാം കൂടെ നമുക്ക് താഴെ ഒന്നാമത്തെ പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ എല്ലാം താഴെ എഴുതി കൂട്ടുകയാണ്. 480 പിന്നെ 16 നമുക്ക് കിട്ടും 6, 8 1 9, 6 4 10, ബാക്കി 1 3 4, 4096 എന്ന് പറയുന്ന ആൻസർ നമുക്ക് ഒന്നാമത്തതിന്റെ കിട്ടും. എത്ര? 64 സ്ക്വയർ. ഇനി 35ന്റെ സ്ക്വയർ 30 + 5. ആദ്യം നമ്മൾ ഇവിടെ വരയിട്ടിട്ട് എഴുതുക 30 സ്ക്വയർ, ഇവിടെ വരയിട്ടിട്ട് 5 സ്ക്വയർ. പിന്നെ വരുന്നത് എന്താ? 30 × 5 × 2. ഇത്. ഓക്കെ, പ്ലസ് അവിടെ ഉണ്ട്, പ്ലസ്. 30ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 9. അപ്പൊ 9 2 0. 5ന്റെ സ്ക്വയർ എഴുതാ 25. അതും നമ്മൾക്കറിയാം 55. ഇത് നോക്ക്, 5 2 10, 10നെ 3 കൊണ്ട് ഗുണിച്ചാൽ 30. അപ്പൊ 300 എന്ന് കിട്ടും. ഓക്കെ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പൊ 900 300 25 കൂടെ കൂട്ടിയാൽ നമുക്ക് 1225 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഇനി നോക്ക്, നമുക്ക് അടുത്തത് 47ന്റെ സ്ക്വയർ ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം 40 സ്ക്വയർ എഴുതാം, പിന്നെ 7ന്റെ സ്ക്വയർ എഴുതാം, പിന്നെ എഴുതുന്നത് 40 × 7 × 2 ആണ്. അപ്പൊ 40ന്റെ സ്ക്വയർ 1600. 4ന്റെ 16 അറിയാലോ. പിന്നെ നമുക്ക് കിട്ടും 7 × 14 മൾട്ടിപ്ലൈ ചെയ്താൽ 560 കിട്ടും. പ്ലസ് 7ന്റെ സ്ക്വയർ 49. അപ്പൊ നമുക്ക് കിട്ടും 20. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 9. പിന്നെ നമുക്ക് കിട്ടും 4 6 10, ബാക്കി 1 1 5 6 6 6 12, ബാക്കി 1 1 2. 2209 എന്ന് പറയുന്ന ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, പിന്നെ 53ന്റെ ആണ്. ആദ്യം 50ന്റെ സ്ക്വയർ, പിന്നെ 3ന്റെ സ്ക്വയർ. ഓക്കെ, പിന്നെ 50 × 3 × 2. എത്ര ഈസിയാ നോക്കൂ. അപ്പൊ 25 ചെയ്ത് പഠിക്കണേ. 25. 3ന്റെ സ്ക്വയർ നമുക്ക് കിട്ടി 9. 3 2 6, 6 5 30 എന്ന് പറയുമ്പോൾ 3000. ഓക്കെ, 6 5 30 എന്ന് പറയുമ്പോൾ 300 നമുക്ക് അവിടെ കിട്ടും. അപ്പൊ എത്ര കിട്ടും? 2500, 2800. ആൻസർ 2809 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ലാസ്റ്റില് 88. 80 + 8 ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ വരല് ആരാണ്? 80ന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ കുറച്ച് ദൂരം വിട്ടിട്ട് എഴുതാം 8ന്റെ സ്ക്വയർ. ഓക്കെ, പിന്നെ വരുന്നത് 80 × 8 × 2. ഓക്കെ, 80ന്റെ സ്ക്വയർ 8ന്റെ സ്ക്വയർ 64 ആണ്. അപ്പോ 6400 പ്ലസ്
8 2 16 16നെ 8 കൊണ്ട് ഗുണിച്ചാൽ 128, പിന്നെ ഒരു 0 ഉണ്ട്. അല്ലെങ്കിൽ 8 8 64, 8 8 64നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 128 കിട്ടും. അതിന്റെ കൂടെ 0 ചേർത്താലും മതി. അതിന്റെ കൂടെ 8ന്റെ സ്ക്വയർ 64 ഇവിടെയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി താഴെ താഴെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും. താഴെ താഴെ എഴുതി കൂട്ടുക കേട്ടോ. അപ്പൊ 4 6 8 14, ബാക്കി 1 2 3 4 7, 1 6 7 7744 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ഐഡിയ മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക. ഒന്നിങ്ങനെ പിന്നെ ഈ നടുക്ക് ഇവിടെ എഴുതുക, ഇവിടെ പ്ലസ് എഴുതുക, ഇവിടെയും പ്ലസ് എഴുതുക. ഇത് വരുന്നത് ഇത് രണ്ടും കൂടെ 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? വെരി ഗുഡ്. ഓക്കെ, ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഡെസിമലിന്റെ സ്ക്വയർ, ദശാംശ സംഖ്യകളുടെ വർഗം, ഡെസിമൽ സ്ക്വയേഴ്സ്. അപ്പൊ 3.7ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം, 7th പഠിച്ച കാര്യം ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. 3.7 നമുക്ക് എങ്ങനെ എഴുതാം? 3.7 ഈക്വൽ ടു 37/10 ആണ്. ഓക്കെ, 37/10 ആണ്. അപ്പൊ 3.7 സ്ക്വയറിനെ നമ്മൾക്ക് 37/10 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് 37/10നെ 37/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന 1369 കിട്ടും. 10 × 10 നമുക്ക് 100 എന്ന് കിട്ടും. ഓക്കെ, 1369 25 12 കിട്ടും. ബാക്കി 13 169. ഓക്കെ, 1369നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 ഡെസിമൽ വേണം, 13.69 വേണം. ഇങ്ങനെ നമ്മൾക്ക് 7ാം ക്ലാസ്സിൽ നമ്മൾക്ക് ഒരു ഡെസിമലിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇപ്പോഴുള്ള രീതി ഉപയോഗിച്ച് ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ വരുന്നെടുക്കാം, ഈ ബൈ 10 ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ 3.7നെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 3.7 ഈക്വൽ ടു 3 പ്ലസ് 0.7 അല്ലെങ്കിൽ 3 പ്ലസ് 0.7 എന്ന് എഴുതാം. 3യും 0.7 കൂട്ടുന്നതാണല്ലോ 3.7. അപ്പോ 3.7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 പ്ലസ് 0.7 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 2.6 സ്ക്വയർ ആണെങ്കിൽ നമ്മൾ അതിനെ എഴുതും 2 പ്ലസ് 0.6 അല്ലെങ്കിൽ 2 പ്ലസ് 0.6 ഹോൾ സ്ക്വയർ എന്ന് എഴുതും. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, ഇങ്ങനെ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യം നമ്മൾ 3യുടെ സ്ക്വയർ എഴുതും, പിന്നെ നമ്മൾ 0.7ന്റെ സ്ക്വയർ എഴുതും, അതായത് 0.7ന്റെ സ്ക്വയർ. നോക്ക്, 3യുടെ സ്ക്വയർ നമുക്ക് പിന്നെ നമ്മൾ എഴുതുന്നത് എന്താ? 3 × 0.7 × 2. ശ്രദ്ധിക്കണം, 3 × 0.7 × 2 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാണ്, 3ഉം കൂടെ മിഡിൽ ടേം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നോക്ക്, 3 സ്ക്വയർ നമുക്ക് 9 ആണെന്നറിയാം. ഇനി ഇവിടെ നോക്കൂ, 3 × 0.7 × 2. ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ ഡെസിമൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 7 × 2 എത്ര നോക്കിയാൽ 3 2 6 42 കിട്ടും. ഈ 42 കിട്ടിയാൽ അതിലൊരു ഡെസിമൽ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ആൻസറിൽ കൊടുക്കാം 4.2. ഓക്കെ, ഡെസിമൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട് നോക്കുക, 1 മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിൽ. അതുകൊണ്ട് അവിടെ ഒരു ഡെസിമൽ കൊടുത്താൽ മതി. 42ന് മിഡിലിൽ ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി 0.7 സ്ക്വയർ ആണ് വരിക. അപ്പൊ നോക്കുക, 0.7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 0.7 × 0.7 ആണ്. ഡെസിമൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് 49 കിട്ടും. ഇവിടെ ഒരു ഡെസിമൽ, ഇവിടെ ഒരു ഡെസിമൽ, അപ്പൊ ടോട്ടൽ 2 ഡെസിമൽ. അപ്പൊ ആൻസർ 0.49 എന്ന് കിട്ടും. ഓക്കെ, 0.49. ആ 2 കാര്യങ്ങൾ മാത്രം ഡെസിമലിന്റെ ഓർമ്മിച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാണ്, അതും ചിലപ്പോൾ കുട്ടികൾ തെറ്റിക്കും. നോക്കൂ കുട്ടികളെ, ഈ കൂട്ടുന്നത് 3 കൂട്ടേണ്ടത്. ഈ കൂട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ ഡെസിമൽ 2 എണ്ണമാണ്. അതുകൊണ്ട് ഇതിന് ഡെസിമൽ ഇല്ലാതാനും. അപ്പൊ എന്ത് ചെയ്യാം? 9 ഇങ്ങനെ തെറ്റാതിരിക്കാൻ ഇങ്ങനെ ആദ്യം കൊടുക്കുക. ഏറ്റവും കൂടുതൽ ഡെസിമൽ എത്രയുണ്ട് നോക്കുക, എന്നിട്ട് ആദ്യത്തെ നമ്പറിന് അത്രയും ഡെസിമൽ അങ്ങ് കൊടുക്കുക. പിന്നെ അതിന്റെ താഴെ 4.2 നോക്ക്, 4.2 2നെ വേണമെങ്കിൽ 2.0 എന്ന് കൊടുക്കാം. പിന്നെ നമുക്ക് കിട്ടും 0.49. ഓക്കെ, ഡോട്ടെല്ലാം ഒരേപോലെ വരണം കേട്ടോ. അപ്പോൾ ഇവിടെ 0 കൊടുത്താലും തെറ്റില്ല, കൂട്ടുക. അപ്പൊ നമുക്ക് കിട്ടും 9 2 4 6
9 4 13. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 13.69. നേരത്തെ പഴയ രീതിയിൽ 7ാം ക്ലാസ്സിൽ പഠിച്ച മാതിരിയും കിട്ടിയത് എത്രയാണ്? 13.69. ഈ രീതി മനസ്സിലായല്ലോ. ഈ ഡെസിമലിന്റെ രീതിയും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഈ രീതിയും നമുക്ക് ഈസി ആയി ചെയ്യാൻ പറ്റും. ഇതുകൂടെ നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളൂ. അപ്പോൾ ആ കാര്യം നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ വേറൊരു പ്രോബ്ലം പറയാം. നോക്ക്, ഈ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. 2.6 സ്ക്വയർ 2 + 0.6 ഹോൾ സ്ക്വയർ എന്ന് എഴുതാനോ? ആദ്യം 2ന്റെ സ്ക്വയർ, പിന്നെ 0.6ന്റെ സ്ക്വയർ, 0.6 അല്ലെങ്കിൽ 0.6. ഓക്കെ, അടുത്ത ടേം എന്താ വരിക? ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 0.6 എന്ന് ഞാൻ എഴുതുന്നല്ലോ, 2. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. ഇതെത്ര കിട്ടും? ഇത് ഈ സാധനം നമുക്ക് ഈ 0.6ന്റെ സ്ക്വയറിനെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.36. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 6ന്റെ സ്ക്വയർ ആദ്യം എഴുതുക, 36. ഒരു ഡെസിമൽ ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്വയറിൽ 2 ഡെസിമൽ കൊടുക്കുക. ഓക്കെ, ഓർമ്മിക്കണേ, ഒരു ഡെസിമൽ ഉണ്ടെങ്കിൽ സ്ക്വയർ എഴുതുമ്പോൾ 2 ഡെസിമൽ കൊടുക്കുക. ഇനി ബാക്കിയുള്ളത് നോക്കിയാൽ ഇതെല്ലാം 3 ഒന്നിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 6 12 2 24 കിട്ടും. എത്ര ഡെസിമൽ? ഇതിലാകെ ഒരു ഡെസിമൽ. അപ്പൊ 2.4. ഇത് 3 കൂട്ടുക. കൂട്ടുമ്പോൾ നോക്കിയാൽ 2 ഡെസിമൽ ഉണ്ട്. അപ്പൊ 4ന് എത്ര കൊടുക്കുക? 4.00. പിന്നെ 2.40 കൊടുക്കാം, 0.36. ഓക്കെ, എല്ലാം കൂടെ കൂട്ടുക. നമുക്ക് എത്ര കിട്ടും? 4 2 6, 6.76. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി 6.76. ഈസി ആണല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഓർമ്മിക്കണേ, ഇതിന്റെ ഡെസിമലിന്റെ സ്ക്വയർ എഴുതുമ്പോൾ ഓർമ്മിക്കണം 2 ഡെസിമൽ വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിന് 1 ഡെസിമൽ കൊടുത്താൽ മതി. പിന്നെ കൂട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2 ഉണ്ടായതുകൊണ്ട് എല്ലാത്തിനും 2 ഡെസിമൽ അങ്ങ് കൊടുത്തു കളയാം. ഓക്കെ, കറക്റ്റ് അല്ലേ? ശരി, ഇനി നോക്കൂ, നേരത്തെ പറഞ്ഞ 3.7 സ്ക്വയറിന്റെ ഒരു ജോമെട്രിക്കൽ പ്രൂഫാണ് ഇനി ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാല്, ഇത് 3.7 സ്ക്വയർ എന്ന് പറഞ്ഞാല് 3.7 സൈഡുള്ള ഒരു സ്ക്വയറിന്റെ, ഒരു സമചതുരത്തിന്റെ പരപ്പളവാണ് 3.7 സ്ക്വയർ എന്ന് വരിക. ഒരു സൈഡ് 3.7 ആണെങ്കിൽ, അപ്പൊ ഈ സൈഡ് 3 ആന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇവിടത്തേക്ക് 3, ഇവിടുന്ന് ഇവിടത്തേക്ക് 0.7. അപ്പൊ ടോട്ടൽ എത്രയായി? ടോട്ടൽ വരുന്നത് കണ്ടോ? 3.7. 3യും 0.7 കൂട്ടി. ഇനി അതേപോലെ ഇവിടെയും ഇത് ഇവിടത്തേക്ക് 3 ആണ്, ഇങ്ങോട്ട് ഇങ്ങോട്ട് 0.7 ആണ്. ഓക്കെ, അപ്പോ ഇവിടുന്ന് ഇവിടത്തേക്കും 3 ആണ്. അതേപോലെ ഇത് വരുന്നത് 0.7. ഓക്കെ, ഇത് 0.7, ഇതും 0.7. കാരണം എന്താ? ഇത് ഫുള്ള് ഇത്രയാണ്. ഇത് ഫുള്ള് വരുന്നത് 3.7 ആണ്. അപ്പൊ 3 ഇവിടത്തേക്ക് 3 ആയി, ഇവിടത്തേക്ക് 0.7 ആയി. ഓക്കെ, ഇനി അപ്പൊ ഇത് നോക്കിയാൽ ഇതിന്റെ ടോട്ടൽ 3.7നെ 3.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അതിന്റെ ഏരിയ എങ്ങനെ വരും നോക്കിയാൽ, ആദ്യം വരുന്നത് നോക്കൂ, 3 വരുന്നതിന്റെ ഒരു സ്ക്വയർ, ഇത് 3 ആണല്ലോ, ഇത് 3 3. അപ്പോ ഇതിന്റെ ഏരിയ എത്ര? ഇതിനെ 1 എന്ന് വിളിക്കാം. അപ്പൊ 1ന്റെ ഏരിയ പരപ്പളവ്, 1ന്റെ ഏരിയ പരപ്പളവ് ഈസിയാണ്, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇത് എന്താ വരിക? 3 × 3 = 3 സ്ക്വയർ. കറക്റ്റ് അല്ലേ? ഈ 1ന്റെ പരപ്പളവ്. 2ന്റെ പരപ്പളവ്, ഇതിനെ 2 എന്ന് വിളിക്കാം. അപ്പൊ 2ന്റെ ഏരിയ നമുക്ക് എങ്ങനെ വരും? 2ന്റെ ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. നോക്ക്, ഈ നീളം എത്ര? 3. ഈ വീതി എത്ര? 0.7. അതൊരു റെക്ടാങ്കിൾ ആണ് വരിക, ഒരു ചതുരമാണ് വരിക. അപ്പൊ ആ ചതുരത്തിന്റെ പരപ്പളവ് നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ 3 × 0.7 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇനി മൂന്നാമത്തത് ഞാൻ ഇതെടുക്കുക, 3 ആയിട്ട്. അപ്പൊ 3ന്റെ ഏരിയയും നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ, പരപ്പളവ് എത്ര കിട്ടും? ആ മൂന്നാമത്തെ ഏരിയയും ഇവിടത്തേക്ക് 3, ഇവിടത്തേക്ക് 0.7. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് കിട്ടും, ഇതിന്റെ ഏരിയ നമുക്ക് കിട്ടും 3 × 0.7. ഓക്കെ, ഇനി ഇവിടെ ബാക്കി വരുന്ന ഈ 4 ഇതാണ് വരുന്നത്. ഇതിന്റെ ഏരിയ എത്ര കിട്ടും നോക്കിയാൽ, ഈ സൈഡ് 0.7, ഈ സൈഡ് 0.7, ഈ സൈഡ് 0.7. അപ്പൊ ഇതിന്റെ ഏരിയ, നാലാമത്തെ ഏരിയ നമുക്ക് കിട്ടും. നാലാമത്തെ ഏരിയ
0.7 ഇൻറ്റു 0.7. അപ്പോൾ നമ്മൾക്ക് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ 3.7 ഇൻറ്റു 3.7 സ്ക്വയറിന് വരുമ്പോ നോക്കിക്കോ, ഇതിന്റെ ഉത്തരം നമുക്ക് 0.7 സ്ക്വയറിന് എഴുതാം. പിന്നെ ഇതെത്ര എഴുതാം? ഇത് രണ്ടും ഒരേപോലെയുള്ള സംഭവമല്ലേ, അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3.07 3 ഇൻറ്റു 0.7 ഇൻറ്റു 2 എന്ന് എഴുതാലോ. ഇത് രണ്ടും കൂടെ കൂട്ടിയാല്, ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്താല് ഇത് 3 ഇൻറ്റു 0.7, ഇത് 3 ഇൻറ്റു 0.7. ഇത് രണ്ടും കൂട്ടുമ്പോ 3 ഇൻറ്റു 0.7 ഇൻറ്റു 2 വരും. നോക്ക്, ഇത് നമ്മൾ സാധാരണ എഴുതുമ്പോൾ എന്ത് വരിക? ഈ 3 ഏരിയയും കൂടെ കൂട്ടിയാല് ഇതിന്റെ ടോട്ടൽ ഏരിയ, അതായത് ഏരിയ ഓഫ് ദ സ്ക്വയർ, ഏരിയ ഓഫ് സ്ക്വയർ, അതായത് സമചതുരത്തിന്റെ പരപ്പളവ്, ഹാവിംഗ് സൈഡ് 3.7 3.7 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് എത്ര കിട്ടി? 3.7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ്. ഇതെല്ലാം കൂടെ കൂട്ടുന്ന അതേ ഉത്തരല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് നോക്ക്, നമ്മൾ നേരത്തെ ചെയ്ത മാതിരി 3 സ്ക്വയർ, ഇതെന്താ വരിക? 0.7 സ്ക്വയർ. പിന്നെ ഇതെന്താ വരിക? 3 ഇൻറ്റു 0.7 ഇൻറ്റു 2 പ്ലസ്. ഓക്കെ, ഇത് നമ്മൾ ഗ്രാഫ് ഇല്ലാതെ ചെയ്തു വന്ന അതേ രീതിയിൽ ഉത്തരമാണ് നമുക്ക് ഇവിടെ ഈ സ്ക്വയറിനാക്കി മാറ്റിയപ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് ഇതിന്റെ ജോമെട്രിക്കൽ പ്രൂഫാണ്. ഈ 3 പ്ലസ് 0.7 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ജോമെട്രിക്കൽ, ജ്യാമിതീയമായിട്ടുള്ള തെളിവാണ്. 3.7 സൈഡുള്ള വലിയ ഒരു സ്ക്വയർ വരച്ചിട്ട് അതിന്റെ സൈഡില് ചെറിയ ഒരു സ്ക്വയർ 3 സെന്റിമീറ്റർ എടുത്താലും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പേജ് നമ്പർ 13 5 ചോദ്യങ്ങളാണ്. 1 2 3 4 5 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡെസിമൽ നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കലാണ്. നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാം. 2.3 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, അതിനെ മാറ്റി എഴുതുക 2 പ്ലസ് 0.3 അല്ലെങ്കിൽ 0.3 ഹോൾ സ്ക്വയർ എന്ന് ആദ്യം എഴുതുക. പിന്നെ ചെയ്യേണ്ടത് ഈ 2ന്റെ സ്ക്വയർ ഇവിടെ എഴുതുക, 0.3ന്റെ സ്ക്വയർ ഇവിടെ എഴുതുക. ഓക്കെ, പ്ലസ് പിന്നെന്താ എഴുതേണ്ടത്? 2 ഇൻറ്റു 0.3 ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 0.3 ഇൻറ്റു 2. അപ്പൊ 2ന്റെ സ്ക്വയർ നമുക്ക് കിട്ടും 4 കിട്ടും. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ 23 6 2 12 എന്ന് വരും. പക്ഷെ ഒരു ഡെസിമൽ ഉണ്ട്, അപ്പൊ 1.2. ഇതോ 0.3യുടെ സ്ക്വയർ നമുക്കറിയാം 9. ഒരു ഡെസിമൽ ഉണ്ടായതുകൊണ്ട് സ്ക്വയറിൽ 2 ഡെസിമൽ വേണം. ശ്രദ്ധിക്കണേ, ഈ ഒന്നിനെ പരിച്ചാൽ എല്ലാ പ്രോബ്ലം ഈസി ആയി ചെയ്യാൻ പറ്റും. ഇനി ഇത് ആഡ് ചെയ്യുന്നതാണ്, അത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ 2 ഡെസിമൽ ഉണ്ടായതുകൊണ്ട് 4.00 എന്ന് എഴുതാം. പിന്നെ 1.20 എന്ന് എഴുതാം. പിന്നെ നമുക്ക് 0.09 എന്ന് പറഞ്ഞാൽ 0.09 എല്ലാം കൂടെ നമ്മൾ കൂട്ടുക. 9 2 4 1 5. അപ്പൊ ആൻസർ നമുക്ക് കിട്ടും 5.29. ഈസി ആണല്ലോ. അതേമാതിരി രണ്ടാമത്തേലേക്ക് നമുക്ക് എഴുതാം. ആദ്യം നമ്മൾ 8ന്റെ സ്ക്വയർ എഴുതുക. ഓക്കെ, പ്ലസ് 0. ഇവിടെ കുറച്ച് ദൂരം 0.7 അല്ലെങ്കിൽ 0.7ന്റെ സ്ക്വയർ എഴുതുക. 8 ഇൻറ്റു 0.7 0.7 ഇൻറ്റു 2 എന്ന് എഴുതുക. കൂട്ടിയാൽ നമുക്ക് 8 സ്ക്വയർ 64 കിട്ടും. മറ്റേതോ 0.49 എന്ന് കിട്ടും. 8 56 112 വരിക. അപ്പൊ 11.2. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 9 കിട്ടും. പിന്നെ 4 2 6 എന്ന് കിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്നത് 11 64 75. 75.69 എന്നുള്ളത് ഡെസിമലിന്റെ ഓർഡറിൽ നമ്മൾ എഴുതിയാൽ നമുക്ക് കിട്ടുന്നതാണ്. 10.1 സ്ക്വയർ, ആദ്യം 10ന്റെ സ്ക്വയർ എഴുതുക. കുറച്ച് വിട്ടിട്ട് 0.1 അല്ലെങ്കിൽ 0.1ന്റെ സ്ക്വയർ എഴുതുക. പിന്നെ അടുത്ത സ്റ്റെപ്പ്, ഇത് കുറച്ച് ദൂരം എഴുതാം, 0.1 സ്ക്വയർ എന്ന് എഴുതുക. പിന്നെ 10 ഇൻറ്റു 0.1 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10ന്റെ സ്ക്വയർ 100. 10ന് 1 10 10 2 20 വരിക. 20ന് ഒരു ഡെസിമൽ കൊടുക്കണം. മറക്കരുത്,
പിന്നെ 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 പക്ഷെ എത്ര ഡെസിമൽ വേണം? ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായതുകൊണ്ട് 2 പോയിന്റ് വേണം. അത് ശ്രദ്ധിക്കണം, എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ എഴുതുന്നത് പോലെ കൂട്ടുക. 100.00, 2.00, അതേമാതിരി 0.01 കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 102.01 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. 102.01 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതാണ്ട് തന്നെ 100 2 102, 102ന്റെ പേര് ഇത് കൂട്ടിയാലും മതി കേട്ടോ. ഓക്കെ, 12.5, 12ന്റെ സ്ക്വയർ എഴുതുക, 0.5ന്റെ സ്ക്വയർ എഴുതുക. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് എന്താ? 12 ഇൻറ്റു 0.5 ഇൻറ്റു 2, 144 ഇത് കിട്ടും. ഇത് കിട്ടുന്നത് 0.25. കാരണം അറിയാലോ 5ന്റെ സ്ക്വയർ 25 ഇപ്പൊ 2 ഡെസിമൽ വേണം. ഇത് നമുക്ക് കിട്ടുന്നത് 5 2 10, 10ന് 12, 120 കിട്ടും. 120ൽ 1 ഡെസിമൽ കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നമ്മൾ കൂട്ടി എഴുതുമ്പോൾ 144, 156, ആൻസർ 156.25 കിട്ടും. ലാസ്റ്റ് 15.7 സ്ക്വയർ ആണ്. അപ്പൊ ആദ്യം 15ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ കുറച്ച് വിട്ടിട്ട് 0.7ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 15 ഇൻറ്റു 0.7 ഇൻറ്റു 2. ഇതാണ് കുട്ടികൾ എപ്പോഴും കൺഫ്യൂഷൻ വന്ന് തെറ്റിക്കല്. ശ്രദ്ധിക്കണം, ഇത് ഇൻറ്റു 2 ഇത്രയേ ഉള്ളൂ. 15ന്റെ സ്ക്വയർ പഠിക്കണം, 225, അല്ലെങ്കിൽ 15നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 7 2 അല്ലെങ്കിൽ 7 15 105, 210. 210 3 കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതിലൊരു ഡെസിമൽ കൊടുക്കുക, 21.0. 7ന്റെ സ്ക്വയർ 49 2 ഡെസിമൽ വേണം. അപ്പൊ 0.49. അപ്പൊ കൂട്ടുക 246. ആൻസർ 246.49 എന്ന് പറയുന്ന രീതിയിലുള്ള ആൻസർ കിട്ടും. ഏത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ സ്റ്റെപ്പ് ഒന്ന് ഓർമ്മിച്ചു നോക്കുക. ഫസ്റ്റ് സ്ക്വയർ, ലാസ്റ്റ് സ്ക്വയർ, ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇൻറ്റു 2, ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇൻറ്റു 2. ഒന്നാമത്തതിന്റെ സ്ക്വയർ, രണ്ടാമത്തതിന്റെ സ്ക്വയർ 1ഉം 2ഉം ഗുണിച്ചിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുക. ഡെസിമൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള നിയമം പഠിക്കുക. ദശാംശ സംഖ്യകൾ കൂട്ടാനുള്ള കാര്യം കൂടെ പഠിക്കുക. എല്ലാ പ്രോബ്ലം നിങ്ങൾക്ക് ഈസി ആയി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതില് അവസാനം 2 വർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ വർക്ക് നിങ്ങൾ അന്വേഷിച്ച് ഐഡിയ കണ്ടെത്താനുള്ള വർക്കാണ്. അതിങ്ങനെയാണ് പറയുന്നത്. 1.5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി എങ്ങനെയാ ചെയ്യുക? 1 എഴുതും നമ്മൾ, 0.5 സ്ക്വയർന്ന് നമ്മൾ എഴുതും. എന്നിട്ട് നിങ്ങൾ 1ന്റെ സ്ക്വയർ എഴുതും, പിന്നെ ഇവിടെ 0.5ന്റെ സ്ക്വയർ എഴുതും. ഓക്കെ, പിന്നെ നിങ്ങൾ എഴുതുന്നത് 1ഉം ഈ 0.5ഉം ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലെ. ഓക്കെ, ഇതിന്റെ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ, ഇത് 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2. 1ന്റെ സ്ക്വയർ 1, ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ, 1 5 5 5 2 10. 10 എന്ന് പറയുമ്പോൾ 1 ഡെസിമൽ കൊടുക്കണം. ഇത് കണ്ടോ 1.5ന്റെ സ്ക്വയർ ആണ്. 0.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.225 വരും. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2.25 നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൻ്റെതാകുമ്പോൾ നമുക്ക് അതേമാതിരി വരുമ്പം 2ന്റെ സ്ക്വയർ ആദ്യം, പ്ലസ് 0.5ന്റെ സ്ക്വയർ ലാസ്റ്റ്, പിന്നെ ചെയ്യുന്നത് 2 ഇൻറ്റു 0.5 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് 4. ഇത് 2 മൾട്ടിപ്ലൈ 5 10 2 20 വരും. 20ന് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക, പ്ലസ് 0.25 നമുക്ക് കിട്ടും. നോക്കൂ കുട്ടികളെ, ഇതാ ഇങ്ങനെ ഈ തരത്തിൽ നമുക്ക് കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും 6.25. ഇനി എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാരണം മനസ്സിലാവും. ഈ 0.5ന്റെ സ്ക്വയർ വരുന്നതിന്റെ എല്ലാ അവസാനം 0.25 വരുന്നുണ്ട്. നോക്കിയോ, 0.5 വരുന്നുണ്ട്, 0.25 വരുന്നു. ഇവിടെ 1 വരുമ്പോൾ 2 വരുന്നുണ്ട്, ഇവിടെ 2 വരുമ്പോൾ 6 വരുന്നുണ്ട്. അപ്പൊ അത് തമ്മിൽ നിങ്ങൾ ഇനി വേറൊരു എക്സാമ്പിള്, നിങ്ങൾ 3.5ന്റെ സ്ക്വയർ എടുത്ത് നോക്കിയാൽ അതിന്റെ ഉത്തരത്തിന്റെയും അവസാനം 0.25 വരും. ഇവിടെ വരുന്നത് 12 ആയിരിക്കും. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3ന്റെ അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്
3 4 12. ഇത് ഈസിയാണ്. 0.5 വരുന്നതിന്റെ ഏത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ശ്രദ്ധിക്കുക, സ്കൂളിൽ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ സ്റ്റാർ ആയിട്ട് മാറണം. 3 4 കൊണ്ട് ഗുണിച്ച് 12 എഴുതുക, 0.25 എന്ന് എഴുതിയാൽ മതി. അപ്പൊ 2.5ന്റെ സ്ക്വയർ ഈസിയാണ്. നോക്കൂ, 2.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 2ന്റെ അടുത്ത നമ്പർ എത്ര? 3 ആണ്. 2 3 6, 2 3 6. 0.5ന്റെ സ്ക്വയർ 2.5. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0.25 എഴുതിയാല് 0.5ൽ അവസാനിക്കുന്ന എല്ലാ നമ്പറിന്റെയും സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നോക്കൂ, 8.5ന്റെ സ്ക്വയർ ആന്ന് വിചാരിച്ചോ. 8നെ നിങ്ങൾ 9 കൊണ്ട് ഗുണിക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് 72 കിട്ടുന്നു. പിന്നെ ലാസ്റ്റിൽ എത്ര ചേർക്കുന്നു? 0.25. ഇഷ്ടായല്ലോ? ഇത് ഇഷ്ടായല്ലോ? ഓക്കെ. ഇതേപോലെ വരുന്നതാണ് 0.25ന്റെ. അതും നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. ഞാൻ അതിന്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. 1.25ന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾക്ക് വരുമ്പോഴുള്ള കാര്യം എന്താ വരല്? ഒന്ന് നമ്മൾ ചെയ്യുന്ന മാതിരിയാണെങ്കിൽ ഇങ്ങനെയാ വരിക. 1 + 0.25 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ 1ന്റെ സ്ക്വയർ വരും, 0.25ന്റെ സ്ക്വയർ വരും. അടുത്ത സ്റ്റെപ്പില് 1 × 0.25 × 2 എന്ന് വരും. അപ്പൊ ഉത്തരം 1 1 25 25 2 50 കിട്ടും. 50 കിട്ടിയാല് ശ്രദ്ധിക്കണം, 2 ഡെസിമൽ വേണം. 0.50 വരിക. മറ്റേത് എത്ര വരും നോക്കിയാൽ, 25നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് കിട്ടുന്നത് 625 കിട്ടുക. 625 കിട്ടുക. ഇത് 0.50 കേട്ടോ. 625 കിട്ടുക. 625 കിട്ടുമ്പോ എത്ര ഡെസിമൽ വേണം? 2 ഉണ്ട്. അപ്പൊ 4 എണ്ണം വേണം. അപ്പൊ 0.0625 വരിക. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുന്ന ഉത്തര വരിക. ഇതിന്റെ ഉത്തരം 1. എത്ര? 4 ഡെസിമൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ 4 ഡെസിമൽ കൊടുക്കുക. തെറ്റാതിരിക്കാൻ പറ്റാ ഇങ്ങനെ ചെയ്യുന്നേ. പിന്നെ എത്ര കൊടുക്കുക? 0.50. 0.50. 0.50 0.50 ആണ് കേട്ടോ. 0.50. പിന്നെ വരുന്നത് 0.0625. കൂട്ടുമ്പോ നമുക്ക് കിട്ടും 1.5625 എന്നുള്ള ഉത്തരം കിട്ടും. 1.5625. ഇനി നോക്കാം, 2.25 കൂടെ നോക്കിയിട്ട് നമുക്ക് ഒരു പൊതു തത്വത്തിൽ എത്താൻ പറ്റുക. 2.25ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ ആദ്യം നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ 0.25ന്റെ സ്ക്വയർ കിട്ടും. പിന്നെ ഇവിടെ വരുന്നത് 2 × 0.25 × 2. ഇങ്ങനെയാണല്ലോ വരിക. 2ന്റെ സ്ക്വയർ നമുക്ക് 4 കിട്ടും. 2 25 50, 50 2 100 എന്ന് കിട്ടും. 100 എന്ന് കിട്ടുമ്പോൾ 2 ഡെസിമൽ ഉണ്ട് ഇവിടെ. 1.0 പ്ലസ് 0.25ന്റെ സ്ക്വയർ 0.0625. 25നെ 25 കൊണ്ട് ഗുണിച്ച 625 കിട്ടുക. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം കണ്ടോ, 5.06225. അതെന്തുകൊണ്ട്? ഇതാ 4ഉം 1ഉം ആണ് ഇവിടെ ഇല്ല. 4 1 5. 5ന്റെ പരം ഒരു ഡെസിമൽ ചേർത്താ പിന്നെ അത് അങ്ങനെ ചേർത്താ മതിയല്ലോ. ഓക്കെ. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാതെയും വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഈ 0.25ന്റെ സ്ക്വയർ വരുന്നതും നമുക്ക് കണ്ടുപിടിക്കാം. അതെന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ പറയാൻ പറ്റും. നോക്കൂ കുട്ടികളെ, ഞാൻ വേറൊരു നമ്പർ പറയാം. നോക്ക്, ഇപ്പൊ 3.25ന്റെ സ്ക്വയർ ആണ് എങ്കിൽ, അല്ലെങ്കിൽ 4.25ന്റെ സ്ക്വയർ ആണ് എങ്കിൽ അതിന്റെ ഉത്തരം നമ്മൾ പറയുമ്പോൾ ആദ്യം 4ന്റെ സ്ക്വയർ എഴുതുക, 16. പിന്നെ അതിനുശേഷം 4ന്റെ ഇങ്ങനെ എഴുതാം, അതാ നല്ലത്. 4ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 4ന്റെ പകുതി എഴുതുക, പിന്നെ അവസാനം 0.0625 എഴുതുക. അപ്പൊ ഇതിന്റെ ഉത്തരം 16ഉം 2ഉം 0.0625. അതായത് 18.0625 ആണ് ഇതിന്റെ ആൻസർ വരല്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ആരെ ചെയ്തു? 2.25ന്റെ സ്ക്വയർ കിട്ടി, നമുക്ക് ഇത് കിട്ടിയല്ലോ. ഇത് ശരി തന്നെ നോക്കിയാൽ മതിയല്ലോ. ഇത് ശരി തന്നെ നോക്കാൻ നോക്കൂ കുട്ടികളെ. 2.25ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നോക്ക്. ഇതിനെ കണ്ടുപിടിക്കാൻ ആദ്യം 2ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 2ന്റെ പകുതി എഴുതുക, ഇതിന്റെ സ്ക്വയർ എഴുതുക, പിന്നെ അതിന്റെ പകുതി എഴുതുക, പിന്നെ 0.0625.
ശരി തന്നെ നോക്കിയാൽ 2ന്റെ സ്ക്വയർ എത്ര 4, 2/2 എത്ര 1, പിന്നെ 0.0625. അപ്പൊ ഉത്തരം എത്ര 5.0625. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് അപ്പൊ ഇത് നിങ്ങൾ ഇതേമാതിരി ചെയ്യും കേട്ടോ. 3.25 പറഞ്ഞാല് 3 സ്ക്വയർ ആദ്യം വരും, 3ന്റെ പകുതി വരും, പിന്നെ 0.0625. ഇതെല്ലാം പഠിച്ചു വെച്ചാല് ക്ലാസ്സിൽ സ്റ്റാർ ആവാം. 3ന്റെ സ്ക്വയർ 9, 3/2 പറഞ്ഞാൽ 1.5 മനസ്സിലാക്കണേ, പ്ലസ് 0.0625. അപ്പൊ ഇനി എത്ര 4 ഡെസിമൽ ഇല്ലേ, അപ്പൊ ഇനി എങ്ങനെ എഴുതാം 9.000 പ്ലസ് 1.5 പ്ലസ് 0.0625. കൂട്ടി നോക്കിയാൽ ഇടയിൽ 0 കൊടുത്തോ, കൂട്ടി നോക്കിയാൽ 5, 2, 6, 5, 9, 10, 10.5625 എന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടി. മറ്റേ നമ്മൾ സ്ക്വയർ എന്ന് എഴുതാതെ കിട്ടി. അപ്പോ 2 കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. 0.5ന്റെ സ്ക്വയർ വരുമ്പം എങ്ങനെ ഈസി ആയിട്ട് എഴുതാന്ന് ഓർമ്മിക്കുക. 0.25 വരുമ്പം എങ്ങനെ ഈസി ആയിട്ട് എഴുതാന്ന് അറിയാന്ന് ഓർമ്മിക്കുക. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ ക്ലാസ്സിലെ ടോപ്പർ ആയിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കൂടുതൽ ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നതിന് വേണ്ടി, നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ ചാനൽ, ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.